പീഡന പരാതിയിൽ പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തു. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചു, നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തി എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തത്. ഗർഭഛിദ്രം നടത്താനായി രാഹുൽ ഭീഷണിപ്പെടുത്തി എന്ന് പെൺകുട്ടിയുടെ മൊഴിയുണ്ട്. ഗർഭഛിദ്രം നടത്താനായി ഗുളിക കഴിച്ചു എന്നത് രാഹുൽ വീഡിയോ കോളിലൂടെ ഉറപ്പാക്കിയെന്നും മൊഴി. CK അഭിലാൽ ചേരുന്നു വിശദാംശങ്ങളുമായി. അഭിലാൽ, വീട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാന്നിധ്യമില്ല, വീട്ടുകാരെ പുറത്തേക്ക് കാണാനില്ല, കോൺഗ്രസ് പ്രവർത്തകരുടെ പൊടി പോലും കാണാനില്ല. ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് വലിയ പ്രതിസന്ധിയായി മാറും ഇത് കോൺഗ്രസിന് എന്ന കാര്യത്തിൽ സംശയവും വേണ്ട. തുടർ നടപടികൾ എന്തായിരിക്കുമെന്നാണ് നമ്മൾ കരുതേണ്ടത്? മോദി വ്യക്തിപരമായി രാഹുൽ മാങ്കൂട്ടം, അതോടൊപ്പം തന്നെ സംഘടനാപരമായി കോൺഗ്രസ്, മുന്നണി എന്ന നിലയിൽ UDF, ഈ മൂന്ന് തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിഷയം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് അടുക്കുന്ന സാഹചര്യത്തിൽ ശബരിമലയായിരുന്നു പ്രധാനപ്പെട്ട വിഷയമായി ചർച്ച ചെയ്യപ്പെട്ടു വന്നതെങ്കിൽ അതിന് പരിപൂർണമായ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ശബരിമല കേസിന് 2ാം സ്ഥാനം മാത്രമാണുള്ളത്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് പുതിയതായി രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസും അതിന്റെ തുടർ നടപടികളും തന്നെയായിരിക്കും ഇനി വരാനിരിക്കുന്ന 2 ആഴ്ച കാലം കേരളം സജീവമായി ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളത് തന്നെയാണ്. പോലീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഓരോ നീക്കങ്ങളും സജീവമായി ചർച്ച ചെയ്യപ്പെടും, മാധ്യമ വാർത്തകളിൽ നിറയും. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിക്കുന്ന നിയമ നടപടികളടക്കം തുടർ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട വിഷയമായി തന്നെ മാറും. ചുരുക്കത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സജീവമായി രാഹുൽ മാങ്കൂട്ടം എന്നുള്ള പേര് തന്നെ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളതാണ്. അത് UDF-നെയും കോൺഗ്രസിനെയും ഒക്കെ തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുകയും ചെയ്യും. തീർത്തും അപ്രതീക്ഷിതമായി ഇടതുമുന്നണിക്ക് ലഭ്യമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി കൂടി ഇത് മാറുകയും ചെയ്യുകയാണ്. രാഹുലിന്റെ അടൂർ മുണ്ടപ്പള്ളിയിലെ വീട്ടിൽ അദ്ദേഹം എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷയായിരുന്നു ഇന്നലെ വൈകുന്നേരം ഉണ്ടായത്. ആഗസ്റ്റ് മാസത്തിന്റെ അവസാന ഘട്ടത്തിൽ നടി പറഞ്ഞ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഉയർന്നു വന്ന വിവിധ കോണുകളിൽ നിന്നുള്ള ആക്ഷേപത്തെ തുടർന്ന് പാലക്കാട് നിന്നും രാഹുൽ ഓടിയെത്തിയത് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. പിന്നീട് ഏറെക്കുറെ 1 മാസ കാലയളവിൽ അദ്ദേഹം ഇവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത്. സമാനമായ ഒരു സ്ഥിതി അല്ലെങ്കിൽ ഒരു നീക്കം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും അദ്ദേഹം അടൂരിലെ വീട്ടിലേക്ക് എത്തിച്ചേരും എന്നുള്ളതായിരുന്നു പ്രതീക്ഷ. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഇന്നലെ രാത്രി SFI പ്രവർത്തകർ ഈ വീട്ടിലേക്ക് മാർച്ചിന് പ്ലാൻ എടുത്തിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല. ഈ തുടർ മണിക്കൂറുകളിലും സമാനമായ രീതിയിലുള്ള ഏതെങ്കിലും പ്രതിഷേധ സാധ്യതകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അടൂർ പോലീസിന്റെ സാന്നിധ്യം ഉറപ്പാക്കിയിട്ടുള്ളത്. 11 മണിയോടുകൂടി SFI അറിയിച്ചിട്ടുണ്ടോ ഈ ഇടത് സംഘടനകൾ, വിദ്യാർത്ഥി യുവജന സംഘടനകൾ ആരെങ്കിലും? DYFIയുടെയും SFIയുടെയും ഭാഗത്തുനിന്നുള്ള പ്രതിഷേധ പരിപാടികൾ നിലവിൽ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. സമയം അറിയിച്ചിട്ടില്ല. 11 മണിയോടുകൂടി പ്രതീക്ഷിക്കുന്നുണ്ട് ഇടത് സംഘടനകളുടെ പ്രതിഷേധം. ഈ വിഷയത്തെ സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ചയാക്കി നിർത്തുക എന്നുള്ളതുകൂടി ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായി അവർ കണക്കാക്കുന്നുണ്ട്. ഒപ്പം തന്നെ സ്വാഭാവികമായി ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ടൊരു MLA-ക്കെതിരെ പരാതിക്കാരി ഏറെ ദിവസം നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രി നേരിൽ കണ്ട് പരാതി നൽകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. തുടർ നടപടികളിലേക്ക് പോലീസ് നീങ്ങുന്നു. ഈ ഘട്ടത്തിലാണ് പ്രതിഷേധത്തിന് സാഹചര്യം ഒരുങ്ങിയിട്ടുള്ളത്. 11 മണിയോടുകൂടി ഇവിടേക്ക് പ്രതിഷേധം ഉണ്ടാകുമെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. നേരത്തെ ആഗസ്റ്റ് മാസത്തിൽ ഉയർന്നു വന്ന ആശയങ്ങളെ തുടർന്ന് BJPയും യുവമോർച്ചയുടെയും ഭാഗത്തുനിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇന്നും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസുകാരെ ഇവിടേക്ക് എത്തിച്ച് വീടിന്റെ പ്രവേശന കവാടത്തിൽ ബാരിക്കേഡ് സ്ഥാപിച്ചുകൊണ്ട് പ്രതിഷേധക്കാരെ ഉള്ളിലേക്ക് വിടുകയോ കുടുംബാംഗങ്ങളോ മറ്റ് ബന്ധുക്കൾക്കോ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ജാഗ്രത പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഈ മേഖലയിലെ കോൺഗ്രസിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരോ മാങ്കൂട്ടത്തിലുമായി ഏറ്റവും അടുപ്പമുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോ ആരും തന്നെ ഈ വീട്ടിലേക്ക് ഇന്ന് എത്തിച്ചേർന്നിട്ടില്ല. രാഹുൽ അടുത്ത ഏതെങ്കിലും മണിക്കൂറുകളിലോ ദിവസങ്ങളിലോ ഇവിടേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത കുറവാണ്. അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്ന പ്രവർത്തകരുടെയും MLA എന്ന നിലയിൽ ഓഫീസ് സ്റ്റാഫിന്റെയും ഒക്കെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വച്ചിരിക്കുകയാണ്. എല്ലാ തരത്തിലുമുള്ള പൊതുബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ചിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CK അഭിലാൽ.